പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരോഗ്യമന്ത്രി കെ മുരളീധരനെ ശക്തമായി പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ് ശരി എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുരളീധരനെ ഞാൻ രാഷ്ട്രീയമായി ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതേസമയം മുരളീധരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ മുരളീധരനായിട്ട് അഭിമുഖം നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ അടുത്ത കാലത്ത് കെ മുരളീധരനെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു ഡോക്ടറെ നിയമിച്ചപ്പോൾ അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മുരളീധരനെ ഞാൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ന്യായീകരിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നമെന്ന് പറയുന്നത്, പല മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിനകത്ത്, ക്യാമ്പസിനകത്ത് DYFI എന്ന് പറയുന്ന യുവജന സംഘടന വർഷങ്ങളായി, അവരെന്തോ 9 വർഷമായി എന്തോ ഹൃദയപൂർവ്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി അവർ എല്ലാ ദിവസവും പൊതിച്ചോറ് വിതരണം അവർ നടത്തുന്നുണ്ട്. അത് അവരുടെ എന്തോ ഭാരവാഹി പറയുന്ന കണക്കനുസരിച്ച് എന്തോ ഒരു 1.5 കോടി പേരിൽ കൂടുതൽ ആളുകൾക്ക് പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് ഒരു ദിവസം എത്രയോ 5000 6000 ഒക്കെ പേർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇതുപോലെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാരുണ്യ പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഒരുപക്ഷെ DYFI ആകപ്പാടെ നടത്തുന്ന ഒരു നല്ല പ്രവർത്തനം, ഒരു സത്പ്രവർത്തനം, ഒരു കാരുണ്യ പ്രവർത്തനം അത് മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ DYFI എന്ന് പറഞ്ഞ ഈ യുവജന സംഘടന എടുത്തു നോക്കിയാൽ അതൊരു വിലാസ സംഘടനയായിരുന്നു. വിജയനൊന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്നവന്മാരാണ് ഈ സംഘടനയും കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത്. ഇപ്പോൾ അതിൻ്റെ നേതാവായിട്ടൊരു റഹീം എന്നും പറഞ്ഞിട്ട് ഒരു നേതാവ് ഇരിപ്പുണ്ട്. അയാളൊക്കെ എത്രമാത്രം പിണറായി വിജയനെ കണ്ടാൽ മുട്ടിൽ ഇഴയുന്നവനാണ് എന്നുള്ളത് നമുക്കറിയാം. DYFIയുടെ ഇപ്പോഴത്തെ ഭാരവാഹികളും ഒക്കെ തന്നെ ഈ വിജയവിലാസം സംഘടനയുടെ നേതാക്കന്മാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു വിധത്തിലുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക സദ്പ്രവർത്തനം, ജനങ്ങൾക്ക് ഗുണകരമാകുന്നൊരു പ്രവർത്തനം ഈ പൊതിച്ചോറ് വിതരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും എന്നെ സംബന്ധിച്ചിട്ടില്ല. അതിൽ രണ്ടഭിപ്രായം ഇല്ല. അപ്പം ആ പ്രവർത്തനത്തെ തടയാനാണ് കെ മുരളീധരൻ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ശ്രമിച്ചത് എന്നുള്ള നിലയിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നു. പൊതിച്ചോറ് വിതരണം തടയാൻ മുരളീധരൻ ശ്രമിക്കുന്നു. ഇനി നാളെ രക്തദാനം തടയാൻ, DYFIയുടെ നേതൃത്വം നടക്കുന്ന രക്തദാനം പോലും തടയാൻ മുരളീധരൻ ശ്രമിക്കുമോ എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. അനങ്ങാതെ കിടന്നിരുന്ന CPM നേതാക്കന്മാരൊക്കെ, ബോധം കെട്ട് കിടന്നിരുന്നവരൊക്കെ തന്നെ ഇതിൻ്റെ പേരിൽ എഴുന്നേറ്റ് വന്നു. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞൊരു നേതാവിനെ നമ്മൾ കാണാറേയില്ലായിരുന്നു. ഭാര്യയെ കൊണ്ടുവന്ന് EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ വിട്ടിട്ട് പോകുമ്പോൾ മാത്രമേ അയാളെ കാണാറുള്ളത്. അയാൾ ഉൾപ്പെടെ എഴുന്നേറ്റ് വന്നു. മാധ്യമങ്ങളൊക്കെ തന്നെ മുരളീധരനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അതിനെ തുടർന്ന് മുരളീധരൻ മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയത്തിൽ 150% കെ മുരളീധരനെ ന്യായീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കെ മുരളീധരൻ എടുത്ത നിലപാട് 150% ശരി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. സുഹൃത്തുക്കളെ, DYFI നടത്തുന്ന ഈ കാരുണ്യ പ്രവർത്തനം, ഈ പൊതിച്ചോറ് വിതരണം, അത് 100% ശരിയാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷെ ആ പൊതിച്ചോറ് വിതരണത്തിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിനകത്ത് തങ്ങളാണിത് വിതരണം ചെയ്യുന്നുള്ള വലിയ പരസ്യ ബോർഡുകളുമൊക്കെ സ്ഥാപിച്ച് തങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ DYFIക്ക് അവകാശമുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കട്ടെ. ഇതേ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ കോളേജിനകത്ത് നടത്തിയിരുന്നുവെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നിലപാടെന്താകുമായിരുന്നു? അവരൊരു കാരണവശാലും
അത് അനുവദിക്കില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് അന്തർലീനമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രവർത്തനത്തോടാണോ എതിർപ്പ് എന്നുള്ളതാണ്. മുരളീധരൻ ഈ പ്രവർത്തനത്തോടാണോ എതിര് പറഞ്ഞത്? ഒരിക്കലുമല്ല. മുരളീധരൻ ഈ പൊതിച്ചോറ് വിതരണം തെറ്റാണെന്ന് ഒരിടത്തും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞതെന്താ? മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൊതിച്ചോറ് വിതരണത്തിനെതിരായിട്ടല്ല അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മെഡിക്കൽ കോളേജിനകത്ത് ഡിവൈഎഫ്ഐയുടെ പേരിൽ, ഡിവൈഎഫ്ഐയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐക്ക് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പൊതിച്ചോറ് വിതരണം ചെയ്യേണ്ട എന്നൊരിടത്തും പറഞ്ഞില്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു, പക്ഷേ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് നടത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ പുറത്ത് വെച്ച് വിതരണം ചെയ്തു, അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാണ് അദ്ദേഹത്തെ കല്ലെറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആലപ്പുഴയിലെ ഞാൻ കണ്ടു. ആലപ്പുഴയിൽ എന്താ സ്ഥിതി? ആലപ്പുഴയിൽ സേവാഭാരതി എന്ന് പറഞ്ഞ RSSൻ്റെ ഒരു സംവിധാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിനകത്ത് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് ഒരു ഷെഡ് കെട്ടി അവിടെ കഞ്ഞി വിതരണം നടത്തുന്നു. അപ്പുറത്ത് നടപ്പാത തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നു. ഇതിനെയാണ് ആലപ്പുഴയിൽ വന്ന മുരളീധരൻ എതിർത്തത്. പാടില്ല, അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ഒരു തെറ്റുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് ഇനി പൊതിച്ചോറ് വിതരണം ചെയ്യണമെങ്കിൽ തന്നെ ആ പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണിക്കാതെ വിതരണം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പൊതിച്ചോറ് വിതരണം മെഡിക്കൽ കോളേജ് പുറത്തുനിന്ന് നടത്തുന്നതിൽ തെറ്റില്ല എന്ന് മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ്റെ വിമർശനം ഡിവൈഎഫ്ഐക്കെതിരെ മാത്രമല്ല, സേവാഭാരതിക്കെതിരെയും വിമർശനമുണ്ട്. അവർ ചെയ്യുന്നതിനെതിരെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രവർത്തനത്തെ മുരളീധരൻ എതിർത്തു എന്നുള്ള നിലയിൽ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, അത് അടിസ്ഥാനരഹിതമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ പാർട്ടി വളർത്താൻ, രാഷ്ട്രീയ പാർട്ടിക്ക് പ്രചരണം നൽകാൻ, യുവജന സംഘടനയ്ക്ക് കൂടുതൽ പ്രചരണം നൽകാൻ വേണ്ടി സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അതിലെന്താണ് തെറ്റ് സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് അതിന് തെറ്റ്? ഇപ്പോൾ LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ ഇതുപോലെ ചെയ്താൽ സർക്കാർ അനുവദിക്കുമോ? ഒരു കാരണവശാലും അനുവദിക്കില്ല, എടുത്ത് അപ്പം തന്നെ ദൂരെ കളയും. എന്നാൽ CPM ഭരിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ഇവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കാണിച്ചിട്ടുള്ള ഒരു താൻ പ്രമാണിത്വമാണ് ഇത് എന്നുള്ളതിന് ആർക്കാണ് തർക്കമില്ലാത്തത്? അവർ പൊതിച്ചോറ് കൊടുക്കുന്നതിന് ആരാണ് എതിർത്തിട്ടുള്ളത്? പൊതിച്ചോറ് ഡിവൈഎഫ്ഐ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അത് കൊടുക്കേണ്ട സാധനം തന്നെയാണ്, അതിൽ ആരും തർക്കമില്ല. പക്ഷെ ആ കൊടുക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞിട്ടുള്ള യുവജന സംഘടനയുടെ രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റുന്നതിലും കുഴപ്പമില്ല, അത് മാറ്റുകയും ചെയ്യാം. പക്ഷേ അത് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലത്തിനകത്ത്, ആ കോമ്പൗണ്ടിനകത്ത്, മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രചരണ പ്രവർത്തനമായി ഈ പൊതിച്ചോറ് ഇത് കൊടുക്കുന്നതിനെയാണ് കെ മുരളീധരൻ എതിർത്തത്. അതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, അതിനുള്ള ഇച്ഛാശക്തി മുരളീധരൻ കാണിച്ചില്ല. മുരളീധരൻ്റെ പത്രസമ്മേളനം ഞാൻ കാണുന്നത് എന്തുമാത്രം ഇച്ഛാശക്തിയോടുകൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അനുവദിക്കില്ല. ഞാൻ ഇവിടെ കേരളത്തിൽ എത്രയോ 10,000-കണക്കിന് സ്ഥലം CPM കയ്യേറിയിട്ടുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ ഒഴിപ്പിക്കേണ്ടതല്ലേ? അത് ഒഴിപ്പിക്കാൻ എന്തെങ്കിലും നടപടി ഇവിടെ ഇപ്പം നടക്കുന്നുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-ൻ്റെയും CITU-ൻ്റെയും പോട്ട സംഘടനകളുടെയും ഒക്കെ എത്രയോ 10,000-കണക്കിന് ലോക്കൽ കമ്മിറ്റി ആഫീസുകളും ചെറുകിട ആഫീസുകളും CITU-ൻ്റെ ആഫീസുകളും ഒക്കെ പാതയോരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഒഴിപ്പിക്കേണ്ടതല്ലേ? അതെല്ലാം ഒഴിപ്പിക്കാൻ ആരെങ്കിലും ഒരു ഇച്ഛാശക്തി ഇവിടെ കാണിക്കുന്നുണ്ടോ? അതുകൊണ്ട് മുരളീധരൻ കാണിച്ച ഈ ഇച്ഛാശക്തിയെ പൊതുജനം പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കാൻ മുരളീധരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളത് സത്യമാണ് ദയനീയമല്ലേ? ഈ കഴിഞ്ഞ ദിവസം മുരളീധരൻ ഒരു കാര്യം ചെയ്തു. എന്താ? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അവർ നടത്തിയിട്ടുള്ള 45 ലക്ഷം രൂപയുടെ വലിയ അഴിമതി, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.
അത് പുറത്തു കൊണ്ടുവന്നിട്ട് അത് വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ വേറെ ഏതെങ്കിലും മന്ത്രിമാർ കൊടുത്തിട്ടുണ്ടോ? പിണറായി വിജയൻ്റെ ഏതെങ്കിലും അഴിമതി ആരോപിക്കണമെന്ന് വേറെ ഏതെങ്കിലും മന്ത്രിമാർ ശ്രമിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ അഴിമതിയെക്കുറിച്ചിട്ട് അന്വേഷിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഈ സർക്കാർ നടത്തുന്നുണ്ടോ? ഇപ്പം സഹകരണ കൊള്ള, ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹകരണ കൊള്ളയല്ലേ CPM നടത്തിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ കാണുകയായിരുന്നു, തോപ്രാംകുടി എന്ന് പറഞ്ഞൊരു ഇടുക്കിയിലൊരു സ്ഥലത്ത് ഒരു ചെറിയ സഹകരണ ബാങ്ക്. ആ സഹകരണ ബാങ്കിൽ 10 അംഗങ്ങൾ CPM-കാരാണ്. അവിടെ 10 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി ഇടുക്കിയിൽ തന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തെങ്കിലും ശ്രമം ഈ സർക്കാർ കഴിഞ്ഞ 2 മാസക്കാലത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അപ്പം അങ്ങനെ നടത്താതിരിക്കുമ്പോൾ CPM-ന്റെ ഈ കയ്യേറ്റങ്ങൾക്കെതിരെ, CPM-ന്റെ അഴിമതിക്കെതിരെയൊക്കെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടെടുക്കുന്ന ഒരു മന്ത്രിയാണ് കെ മുരളീധരൻ. അതുകൊണ്ട് കെ മുരളീധരനെ ഈ വിഷയത്തിൽ അനാവശ്യമായി വിമർശിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് മുരളീധരൻ എടുത്ത നിലപാട് പൂർണ്ണമായും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കെ മുരളീധരൻ പൊതിച്ചോറ് വിതരണത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമം തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. DYFI പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിന് ആരും എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് DYFIയുടെ കൊടിതോരണങ്ങളും ഒക്കെ കെട്ടി DYFIക്ക് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ വേണ്ടി അവരുടെ പൊതിച്ചോറ് വിതരണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ 100% എതിർക്കുകയാണ് വേണ്ടത്. സർക്കാരിൻ്റെ സ്ഥലത്ത് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് കെ മുരളീധരനെ ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേയറ്റം പിന്തുണയ്ക്കാനാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ആഗ്രഹം.